പടിഞ്ഞാറേക്കൊല്ലം ആലാട്ടുകാവ് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് തുടക്കമായി. മെയ് 27 വരെയാണ് സപ്താഹയജ്ഞം. യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ പള്ളിക്കൽ സുനിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് സപ്താഹയജ്ഞം നടക്കുന്നത്. ഭാഗവത സപ്താഹയജ്ഞത്തിന്റെ ഉദ്ഘാടനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം കെ സിസിലി നിർവഹിച്ചു. നമുക്കറിയാം, ചില ക്ഷേത്രങ്ങളിൽ ചെന്നാൽ എല്ലാം നശിച്ച് മേൽക്കൂര പോലുമില്ല, ശ്രീകോവിൽ ചോർന്ന് കിടക്കുന്ന ചില പ്രദേശങ്ങൾ കാണാം. പക്ഷെ ആ അരാജകത്വം ആ പ്രദേശങ്ങളിലെ സമൂഹത്തിനും അവിടുത്തെ ജനങ്ങൾക്കും ഉണ്ടാകുന്നു എന്നാണ് എൻ്റെ ഒരു തോന്നൽ. എത്രമാത്രം ഒരു ക്ഷേത്രം എത്രമാത്രം വളർത്തുവാൻ ജനത്തിന് കഴിയുന്നോ അത്രമാത്രം തന്നെ ആ പ്രദേശവാസികൾക്ക് അതിൻ്റെതായ ഐശ്വര്യവും മഹത്വവും നിലനിൽക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ക്ഷേത്ര ഉപദേശക സമിതി രക്ഷാധികാരി അനന്തൻ പിള്ള അധ്യക്ഷനായി. സെക്രട്ടറി PJ രാധാകൃഷ്ണപിള്ള സ്വാഗതം പറഞ്ഞു. ഡോക്ടർ N ഗോപാലകൃഷ്ണൻ മുഖ്യ പ്രഭാഷണം നടത്തി. ഗണപതി ഹോമത്തോടു കൂടിയാണ് ആദ്യ ദിനം ഭാഗവത പാരായണം നടന്നത്. പരീക്ഷിത്തിന്റെ ജനനം, ദശയാഗം, ഭരതചരിതം, നരകവർണ്ണന, വരാഹാവതാരം തുടങ്ങിയ വിഷയങ്ങളിലാണ് പ്രഭാഷണം നടന്നത്. നിരവധി ഭക്തജനങ്ങൾ ഭാഗവത സപ്താഹയജ്ഞത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.